So now let us move on to the second unit in your English syllabus, that is words and deeds. മൂന്ന് ലെസൺസ് ആണ് ഈ പെർട്ടിക്കുലർ യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വെരി സിമ്പിൾ, കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൻഡ് ദെൻ ഗാന്ധി കെയിം. ജവഹർലാൽ നെഹ്റു ആണ് ശരിക്കും ഇതിൻ്റെ ഓഥർ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. സോ ഇൻ കേസ് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് ഓഥറിനെ കുറിച്ച് എഴുതേണ്ടി വന്നാൽ പോലും I think you can do very well in the examination. Now let us directly go on to the summary. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics in his book The Discovery of India. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയൊരു ബുക്കാണ്. ഗാന്ധിജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ ബുക്കിലുണ്ട്. See, he emphasizes the dynamic leadership of Gandhi. He describes Gandhiji as a beam of light that removed the darkness. What is this darkness? The colonial rule of British, right? 2 സെഞ്ച്വറിയോളം നീണ്ടു നിന്ന ആ ഒരു കൊളോണിയൽ റൂളിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സിൽ വെളിച്ചം കൊണ്ടുവന്ന ഒരാളെ ആണ് ഗാന്ധിജി. അങ്ങനെയാണ് ശരിക്കും നെഹ്റു അദ്ദേഹത്തെ ഡെപിക്റ്റ് ചെയ്തത്. See, Nehru thus makes the right assessment of Gandhiji. ഗാന്ധിജിനെ കുറിച്ചൊരു അസസ്മെൻ്റ് ആണ് ഈ ബുക്കിൽ മുഴുവനായിട്ടുള്ളത്. When the First World War came to an end, people expected peace, relief and progress. But it brought repressive rule and martial law. People felt that they were being humiliated. Large numbers of people became unemployed. People were in great confusion. They did not know how to free India from poverty and misery. അല്ലേ, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ശരിക്കും ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ആൾക്കാർ പ്രതീക്ഷിച്ചത്. പക്ഷേ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ശരിക്കും ഇന്ത്യക്ക് പോകേണ്ടി വന്നു. ഇറ്റ് വാസ് അറ്റ് ദിസ് ക്രിട്ടിക്കൽ പീരീഡ് ദാറ്റ് ഗാന്ധിജി കെയിം. ഈ ഒരു പെർട്ടിക്കുലർ സമയത്താണ് ഗാന്ധിജിയുടെ അറൈവൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. അല്ല, ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പൊടിപടലം പിടിച്ച് നടക്കുന്ന ഒരു സ്ഥലത്ത് വളരെ ഫ്രഷ് എയർ പോലെയാണ് അദ്ദേഹത്തിൻ്റെ വരവുണ്ടായിരുന്നത് അന്ന്. ഇറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ്, സി, that surrounded the people, and he taught the lessons of fearlessness and non-violence. See, ആ ഒരു ഡാർക്ക്നെസ്സിനെ അതിൻ്റെ അകത്തോട്ട് പിയേഴ്സ് ചെയ്ത് വന്നു അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറയുന്നത്. ശരിക്കും അത് ഒരുപാട് ഫിയർലെസ്നെസ്, പേടിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ നോൺ വയലൻസ്, അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അഹിംസാ മാർഗങ്ങളിലൂടെയൊക്കെ എങ്ങനെ പോകാം എന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ വരവ് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തു. ഗാന്ധിജി വാസ് an ordinary man. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. He was one among us. He exhorted the people to stop their exploitation. His teachings instilled fearlessness and truth. He worked for the welfare of the common man. നമ്മുടെ എല്ലാം പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും ശരിക്കും നമുക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് നമുക്ക് പറയാം. When Gandhiji became the leader of the people, fear was disappeared to a large extent. നമ്മുടെ നേതാവ്, അന്നത്തെ കാലത്തെ ആൾക്കാരുടെ നേതാവായപ്പോൾ, അദ്ദേഹം ലീഡറായപ്പോൾ എല്ലാവരുടെയും ഭയം മാറി. കാരണം മുന്നോട്ട് നയിക്കുന്ന ആ ലീഡറിൽ മേൽ എല്ലാവർക്കും വിശ്വാസം വന്നു. Truth followed fearlessness. It was like a psychological change. There was a psychological reaction also. People felt ashamed of being under foreign rule. ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ ആൾക്കാർ ലജ്ജാവഹമായിട്ട് അല്ലെങ്കിൽ ലജ്ജയോടെ കാണാൻ തുടങ്ങി ശരിക്കും. Here came a need in the minds of the people to throw away the foreign rule. എന്തുകൊണ്ട് ഇവരെ ഈ ബ്രിട്ടീഷ് റൂളിനെ നിർത്തലാക്കണം, അല്ലെങ്കിൽ അവരെ ഇന്ത്യക്ക് പുറത്തോട്ട് വിടണം, പുറത്തോട്ട് അവർ വേണ്ട ഇനി എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം തന്നെ ഇതാണ്. Gandhiji influenced millions of people in India in different degrees. Different people reacted differently at the situation. Some people were ready to comprehend the change. Others were not ready to have a total change. മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് തലങ്ങളുണ്ടാവും അല്ലേ. ചിലർ ആ മാറ്റത്തെ ഉൾക്കൊള്ളും, ചിലർ ആ മാറ്റത്തിനെ പ്രതിരോധിക്കും. ഡിപ്പെൻസ്. എന്താണെങ്കിലും ആ മാറ്റം അനിവാര്യമെങ്കിൽ അതുണ്ടാവുക തന്നെ ചെയ്യും, റൈറ്റ്. Others were not ready to have a total change. At this time, Gandhiji came with a twofold action. One was to challenge and resist the foreign rule, and the other was to fight against our social evils. See, നമുക്ക് ബ്രിട്ടീഷിൽ നിന്നും വരുന്ന ആ ഒരു ഫോറിൻ എക്സ്പ്ലോയിറ്റേഷൻ, എക്സ്റ്റേണൽ ഷോക്ക് മാത്രമല്ല, ഇന്റേണലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂഫോൾഡ് ആക്ഷൻ എന്തായിരുന്നു? ഈ ബ്രിട്ടീഷ് റൂളിനെതിരെ പ്രതിരോധിക്കുക. അതുകൂടാതെ നമ്മുടെ അകത്ത് തന്നെയുള്ള ഒരുപാട് സാമൂഹികമായിട്ടുള്ള അനീതികളും അന്യായങ്ങളും ഉണ്ട്, അതിനെതിരെയും പ്രതിരോധിക്കുക. അകത്തുള്ള പ്രശ്നങ്ങളും പരിഹരിക്കണം, അതേസമയം പുറത്തുള്ള പ്രശ്നവും പരിഹരിക്കണം. Then,
At this time, the fundamental objective of the congress was to attain political freedom. As a result of Gandhiji's influence, several people were ready to give up their titles. People did not respect British titles. New values and a new way of life were implemented with the powerful leadership of Gandhiji. Then, many people adopted simpler ways and wore simple dresses. Gandhiji had his own ideas and dreams of free India. He sent volunteers for the rehabilitation of Indian villages. These messengers helped the Indians to come out of their shells. He wanted to make India a place without any class distinction and rigid caste system. According to him, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ സയൻസ് പോലുള്ള ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. An ideal India would be free from the curse of untouchability, intoxicating drinks, drugs. അല്ലേ, ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് പോലുള്ള അതിൻ്റെ ഒക്കെ യൂസ്, അതിൽ നിന്നൊക്കെ മുക്തമാവണം നമ്മുടെ പുതിയ ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ പ്ലാൻ. Nehru says that Gandhiji was truly proud of his Hindu inheritance. He tried to give Hinduism a kind of universal attire which included all religions. Indian culture, according to Gandhiji, is a fusion of all. Thus, Gandhiji attracted the common people of India like a magnet. He was a link between the past and the future. He effected a psychological revolution even among his opponents. Here in this piece, Nehru talks about the power of Gandhiji very sincerely. We get a clear picture of Gandhi's influence on the Indian people and Indian mind. We understand the fact that Gandhiji was a leader not in words but in deeds, and thereby occupies a place in the heart of all Indians. വാക്കിൽ മാത്രമായിരുന്നില്ല, പ്രവൃത്തിയിലും അദ്ദേഹം യഥാർത്ഥമായൊരു നേതാവായിരുന്നു, ലീഡറായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ് അല്ലേ നമ്മൾ ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ശരിക്കും ആനന്ദൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ആ പീസ് ഓഫ് ആ ബുക്കിലെ ഒരു ഭാഗം മാത്രമാണത്. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും അതിൽ വരുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഇതിലേതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഒരു 4-5 സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൻ്റെ ആൻസേഴ്സ് എന്തായാലും ആ പാരഗ്രാഫിൽ ഉണ്ടാവും. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് എ വെരി tough question for you. You can easily crack such kind of comprehension type questions. Okay. അപ്പോൾ അതിൽ കുറച്ച് ഓവറായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സെൻറ്റൻസ് ആൻസേഴ്സ് മതി. വൺ സെൻറ്റൻസ് വിൽ ബി മോസ്റ്റ്ലി വൺ സെൻറ്റൻസ് ആയിരിക്കും ആൻസർ. റയർ കേസിലായിരിക്കും ഒന്നിലധികം സെൻറ്റൻസുകൾ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ അത്തരം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്താൽ മതി. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ലെറ്റർ ടു ദ എഡിറ്റർ. നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്, ലെറ്റർ to the editor. Letter to the editor. See, first one നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കണം. സാധാരണ ഒരു ലെറ്റർ എഴുതുന്ന പോലെ അല്ല നമ്മൾ ഈ ലെറ്റർ ടു ദ എഡിറ്റർ ഒക്കെ എഴുതേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നോക്കണ്ടേ. See, ഈ ഒരു പെർട്ടിക്കുലർ ലെസണിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ടു ദ എഡിറ്റർ. എപ്പോഴും നമ്മൾ നോർമലി എഴുതുന്നൊരു ഇൻഫോർമൽ ലെറ്റർ പോലെ അല്ല ഇത് നമ്മൾ എഴുതേണ്ടത്. കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ബേസിക്കലി എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കണം. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ കോൺഷ്യസ് ആവേണ്ട ഒരു കാര്യം. എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കണം. മാർജിനോട് ചേർന്നിട്ട് വേണം എല്ലാം. ഫ്രം ടു, ഡേറ്റ്, സർ, അവസാനം നിങ്ങൾ യുവർ സിൻസിയർലി, സിഗ്നേച്ചർ, പേരെല്ലാം എവറിഥിങ് ഷുഡ് ബി ലെഫ്റ്റ് അലൈൻഡ് ഇൻ കേസ് ഓഫ് ലെറ്റർ ടു ദ എഡിറ്റർ. ഏതെങ്കിലും ഒരു പത്രാധിപനായിരിക്കും നമ്മൾ ഈ ഒരു ലെറ്റർ അയക്കുന്നത് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന്മേൽ അവരുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരികയാണ് അല്ലേ. എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സേഫ്റ്റി ഓഫ് വിമൻ ഡ്യൂറിങ് നൈറ്റ്സ്, എന്തുമാവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സോ അവിടെ നമ്മളൊരു പത്രാധിപൻ്റെ ശ്രദ്ധയെ അല്ലെങ്കിൽ അവരുടെ പത്രത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഈ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ഈ ഒരു പ്രശ്നത്തെ കുറച്ചുകൂടി പബ്ലിക് ആക്കാൻ പോവാണ് അല്ലേ. അതാണ് ശരിക്കും ലെറ്റർ ടു ദ എഡിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി, ഫസ്റ്റ് വൺ സെൻഡേഴ്സ് അഡ്രസ്. ഫ്രം അഡ്രസ്സാണ്. ആരാണോ ഇത് അയക്കുന്നത്? ഫ്രം. ഇറ്റ് മൈ ബി യു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്രം എഴുതുമ്പോൾ ഡോണ്ട് യൂസ് കോമ. എല്ലാവരുടെയും ഒരു മിസ്റ്റേക്കാണ് ഈ ഫ്രം കഴിഞ്ഞിട്ട് കോമ യൂസ് ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു യൂസേജ് തെറ്റാണ്. ഫ്രമിന് ശേഷം കോമ യൂസ് ചെയ്യരുത്. ഫ്രം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്ററിൽ വേണം നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ അത് എഴുതാൻ. സോ ഇറ്റ് വിൽ ലൈക്ക് from your name, address. So first one should be sender's address. Mark it, very important. ഈ എല്ലാത്തിനും മാർക്കുണ്ട്. ഓക്കെ. ദെൻ ടു എഴുതുന്നതിന് മുൻപ് യു ക്യാൻ റൈറ്റ് ദ ഡേറ്റ്. സിംപ്ലി ഫിഗേഴ്സിൽ നിങ്ങൾക്ക് ഡേറ്റ് എഴുതാം. 15/5/2022. It can be anything, any date. Then to addressee, that means to whom I am writing. It may be like this, right? To the editor.
അങ്ങനെയായിരിക്കും. ടു ദ എഡിറ്റർ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു, മലയാള മനോരമ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ദിസ് ഈസ് ദ ഫസ്റ്റ് 3 പാർട്ട്. ഒരു ലെറ്റർ ടു ദ എഡിറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻഡേഴ്സ് അഡ്രസ്, ദാറ്റ് ഈസ് യുവർ അഡ്രസ്, then date, then addressee. Then comes salutation. That is, sir, madam. You can use that. That is salutation, comma. In ഒറ്റ പാരഗ്രാഫിൽ കാര്യങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇത് മൂന്നും ഒറ്റ പാരഗ്രാഫിൽ. റീസൺ ഫോർ റൈറ്റിംഗ് ദ ലെറ്റർ. വൈ യു ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ? വാട്ട് ഇസ് ദ റീസൺ? വാട്ട് ട്രിഗേർഡ് യു? വാട്ട് ഇസ് ദ കോസ്? അതാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ് കാരണം, എന്താണ് പ്രശ്നം? ഷോർട്ടായിട്ട് അത് എഴുതുക. കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പാരഗ്രാഫ് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട അടുത്ത കാര്യം എഴുതാൻ. ഫീലിങ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ്, ഇതിന് അഗെയിൻസ്റ്റ് എങ്ങനെ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ശരിക്കും അടുത്ത സെൻറ്റൻസുകളിലായിട്ട് കൊണ്ടുവരാം. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്. എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്തൊക്കെയാണ്, ആരുടെയൊക്കെ ശ്രദ്ധ ഇതിലേക്ക് വരണം? മിനിസ്ട്രിയുടെയോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പൊല്യൂഷൻ ആണെങ്കിൽ, ഇത്തരം വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളാണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയോ, എന്തിൻ്റെയൊക്കെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത്തരം നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസും ഒരു കാണാൻ നല്ലൊരു ലെങ്ത് ഉള്ള ജസ്റ്റ് ഒരു അറൗണ്ട് ഒരു 10 sentences, 8 to 10 sentences, നല്ലൊരു പാരഗ്രാഫ്. ഒറ്റ പാരഗ്രാഫ് ഇസ് ഇനഫ്. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ യു നോ റൈറ്റ്, യുവേഴ്സ് സിൻസിയർലി, എല്ലാം ലെഫ്റ്റ് ഹാൻഡ് അലൈൻഡ് ആയിരിക്കണം, അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത്. യുവേഴ്സ് സിൻസിയർലി, you can put that signed, SD, signed, and your name, again your name. That will be a very good letter to the editor. So that's all. ഇപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ ബോഡി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. എല്ലാത്തിനും മാർക്കുണ്ട്. എന്തെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ മാർക്കുകളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ വൺസ് അഗൈൻ ഐ വിൽ റീക്യാപ് ദ തിങ്സ്. സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, അഡ്രസ്സി ഒരു പാർട്ടാണത്. ദെൻ സല്യൂട്ടേഷൻ, സർ ഓർ മാഡം, ദിസ് 3 things അടുത്ത പാർട്ടാണ്. റീസൺ ഫോർ റൈറ്റിംഗ് ദ ലെറ്റർ, ഫീലിംഗ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്, സജഷൻസ് ഓർ ഒപ്പീനിയൻസ്. ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ, ലൈക്ക് നിങ്ങളുടെ സൈൻഡ്, യോഴ്സ് സിൻസിയർലി, signed and your name. So thus you can conclude a very good letter to the editor.